എന്താ നിങ്ങൾ അറിയണ എന്റെ ചുണ്ട് ചോന്നിരിക്കണ ഇങ്ങനെ മയിർ റൂൾ മയിർ ഇത് ചന്ദ്രബോസിന്റെ ഉലകം ഞാൻ പറയുന്നതാ വിളെ മറ്റേ വരവിന് പോ നിന്റെ തന്തയില് അതിനകത്തിരിക്കണേ ഈ അലൻ ആരാണ് അലൻ അലൻ എപ്പോ എപ്പോ ഒരു 7299 അളിയ നമ്മളെ ഡീല് സംസാരിക്കാനാ പോണ നീക ഗണ്ണൊന്നും എടുത്ത് എയിം ചെയ്യില്ല ഒരു ഗ്യാങ്ങിന്റെ അടുത്താണ് സംസാരിക്കാൻ അടിച്ചു കൊന്നോളേ ഫിയറില്ലേ ഫിയറില്ലേ അലീന ഫിയർ കാണിക്കണേ നമ്മള് ഫിയർ കാണിക്കുന്ന പ്രശ്നം ഉണ്ടാക്കുന്ന പട്ടി ഒന്ന് കാറ് അളിയാ എന്തിനാ വന്നേ ഒരു ബാറ്റിങ് ഞാൻ എടുത്ത് താങ്ക്സ് അളി ഇതെങ്ങനെയുണ്ട് എന്തിനാ അളിയാ സൂപ്പർ സൂപ്പർ ഇത് വെച്ച് അടിച്ച ചാകുവോ അളിയ ചാകുളെ ചത്ത് പുഴുത്ത് കിടക്കാൻ വയ്യ അളിയാ അലീന അലീന ചാവൂ ഇത് വെച്ച് അടിച്ചാ പലീന ചാവൂല കത്തിക്കാണ ഇതിനാണ് പവർ റൂട്ടില് ടെസ്റ്റ് ചെയ്യണം കത്തി അളിയന് ബാറ്റ് അലീനക്ക് എങ്ങനെയാണ് ഗണ്ണിനെ ബാർഗെയിൻ ചെയ്യണമെന്ന് കാണിച്ചു തരാൻ ഗണ്ണിന് ബാർഗെയിൻ ചെയ്യണോ അല്ലെ ഗണ്ണിനൊക്കെ ബാർഗെയിൻ ചെയ്യാൻ അത്ര ലോ ക്ലാസ് ആൾക്കാരാണോ വരുന്നേ ഇത്ര വലിയ ഡീല് കിടക്കുമ്പോ ഗണ്ണിന് ബാർഗെയിൻ ചെയ്യുന്ന ഒരു ഗണ്ണിന് 10 കോടി വെച്ചിട്ട് 20 ഗണ്ണ് 20x10 10 കോടിയൊക്കെ കിട്ടും ഒരു ഗണ്ണിന് 200 കോടി നമ്മളിന്ന് ഉണ്ടാക്കും 10 കോടി കിട്ടും ഒരു ഗണ്ണിനൊക്കെ ഞാൻ വാങ്ങി ഇത് ജോർജ് സാറിന്റെ കഥയാടാ നിന്റെ തന്ത നീ മറ്റേ ചൊറിയ ഷാജിന്റെ മോളല്ലേ അല്ല ജോൺ സോറി ചൊറിയ ഞാൻ ചൊറിയ രണ്ടുപേർക്കും തന്തയില്ലല്ലോ ശരി നിന്റെ എന്തിനാ അടിക്കാൻ വന്നേ നമ്മളെ കൊടുക്കും കേട്ടോ സ്കിൻമിന് നിട്ടുതരാവോ നിങ്ങൾ തന്നെ നമ്മളെ ഇങ്ങനെ ആക്കിയിട്ട് നിങ്ങൾക്ക് ഇട്ടുതരാൻ പറ്റില്ലല്ലേ നിങ്ങൾ അറിയണ എന്റെ ചുണ്ട് ചോന്നിരിക്കണ ഇങ്ങനെ അഡ്മിൻ സംസാരിക്കാം വരൂ അഡ്മിനെ ഞാൻ ഇതായിട്ട് സംസാരിക്കാം ഓക്കെ ബ്രോ നമ്മളെ സെറ്റപ്പാണ് ചെറിയ സെറ്റപ്പാണ് ബ്രോ അപ്പൊ എങ്ങനെയാണ് അതെ ബ്രോ അപ്പൊ എങ്ങനെയാണ് അജണ്ട എന്താണ് നമ്മളൊന്ന് എടാ എന്താ ഞാനേ ഇത് ഭയങ്കര തമ്പാക്ക് ഇടയ്ക്ക് ഓരോരോ ശീലങ്ങളെ നമ്മളന്ന് പറഞ്ഞ ഡീല് തന്നെ 100 കോടി ഉണ്ട് ഫുൾ റെഡി ക്യാഷ് എടാ റെഡി ക്യാഷ് ആണ് പക്ഷെ ഞങ്ങളുടെ ഗണ്ണിന് കുറച്ച് നല്ല വിലക്കാണ് ഇപ്പൊ കൊടുക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് വില കൂട്ടി ഒരു ഗ്യാങ് നമുക്ക് കുറച്ചുകൂടി കൂടിയ വിലക്ക് എടുക്കാന്ന് പറഞ്ഞു അതെ നമ്മുടെ ക്വാളിറ്റി കൂടിയ ഗണ്ണായോണ്ടേ ക്വാളിറ്റി ഉണ്ട് ഗണ്ണിന് എല്ലാം 100 ഡ്യൂറബിലിറ്റി ആണ് അപ്പൊ നോർമലി ഗണ്ണിന് ഇപ്പൊ ഒരു അത്യാവശ്യം ഗ്യാങ് ടു ഗ്യാങ് നമുക്ക് കൊടുക്കുമ്പോഴത്തേക്ക് നല്ല വില കിട്ടുമോ എന്നുള്ള രീതിയിൽ ആണ് സിറ്റി പൊക്കോണ്ടിരിക്കണേ നല്ല വില എന്ന് പറയുമ്പോൾ നിങ്ങൾ എത്രയാണ് പ്രതീക്ഷിക്കുന്നത് നല്ല വില എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 8C ആണെങ്കിലും മിനിമം
നിങ്ങൾ ആലോചിച്ചിട്ട് ആ സോറോ എന്താ പറയണം, നമ്മളൊരു 5 പറഞ്ഞിട്ടാണ് പീറ്റർ നമ്മളിവിടെ കൊണ്ടുവന്നത്. അതെ നമ്മൾ അപ്പൊ തന്നെ ഡീൽ ഉറപ്പിച്ചു. എടുത്താലും നിങ്ങൾക്ക് നഷ്ടമില്ല, മനസ്സിലായില്ലേ? ഏത് അല്ല സംഭവം നമ്മുടെ ഗണ്ണെന്ന് പറഞ്ഞാൽ പൊട്ടും, മറ്റുള്ളവരുടെ ഗണ്ണല്ല. 5 CR നമുക്ക് വേറെയും വന്നിട്ടുണ്ട്, പക്ഷെ ഇത് കുറച്ചൊരു ബൾക്ക് ആയതുകൊണ്ടാണ് നമ്മള് നോക്കാം. അതായത് 20 ഗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പം എന്റെ കയ്യിൽ നിന്ന് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു ഗ്യാരണ്ടി പറയാം. നിങ്ങൾക്ക് ആവശ്യം പറഞ്ഞ സമയത്ത് എനിക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും, ചിലപ്പോ പറ്റും, ഉറപ്പായിട്ടും 100%. 8 കോടി എന്താ ബന്ധം വെച്ച് ഹലോ പറഞ്ഞോ. നമ്മൾ ഈ ബന്ധമേ അബദ്ധം വെച്ച് ഇല്ല, 8 കോടിക്ക് വാങ്ങിച്ച നമ്മുടെ ബന്ധം അങ്ങോട്ട് ഇതാവും, ഇത് ബോണ്ടാവും. പിന്നെ നിങ്ങൾക്ക് എപ്പ എന്ത് കണ്ണ് വേണമെങ്കിലും നമ്മൾ വിളിച്ചാൽ മതി. അല്ല, നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങൾക്ക് 5 കോടിക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ 5 കോടിക്ക് എടുത്തോ. പക്ഷേ അത് എങ്ങോട്ടെ ഇനി നമുക്കും ഇത് വേണം, നിങ്ങൾക്കും ഇത് വേണം. അല്ല 5 കോടിക്കാണെങ്കിൽ മറ്റേ അവർക്ക് കൊടുത്താ പോരും ചന്ദ്ര. അവര് 5 കോടിക്ക് നമുക്ക് 5 അല്ല നമ്മുടെ അടുത്ത് അത്യാവശ്യം റേറ്റ് പറഞ്ഞ് നண்பന്മാര് ഒരു 7 വരെ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ഡേറ്റ് പറഞ്ഞു. നമുക്കപ്പോ മോളിൽ നിന്ന് വന്നത് 5 കോടിക്കാണെങ്കിൽ ക്യാഷ് കൊടുത്ത് എടുത്തിട്ട് വരാനാണ് പറഞ്ഞിരിക്കുന്നത്. മോളിലേക്കൊന്ന് വിളിച്ച് ചോദിക്കാമോ എത്ര തരാൻ പറ്റുമെന്ന്? തോന്നില്ലടാ, മുകളിലേക്ക് വിളിച്ചാൽ ഇതിന്റെ മേലെ പൈസ കൊടുക്കും. നമ്മൾ ഈ ഗണ്ണിനൊക്കെ ബാർഗെയിൻ ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരിക്കും, നിങ്ങൾ സംസാരിക്കും, ഞാൻ ഇപ്പൊ വരാം. എടാ ഒന്ന് വന്നേ പീറ്ററേ, വന്നേ. நீ என்ன சொல்ல 5 CR தானே சொல்ல, அதனால தான் நான் 5 CRக்கு டீல் பேசுறேன். 8 கோடி கிட்ட எனக்கு அந்த புளிக்குவோ? அது ஒண்ணும் பிரச்சனை இல்ல, ஆனா அவங்க இது ரூல்னு வச்சிருக்காங்கல. என்ன ரூல்? മൈർ റൂൾ, മൈർ. ഇത് ചന്ദ്രബോസിന്റെ ഉലകം. நான் പറയുന്നതാണ് விலை. ஓகே, எனக்கு எதுவும் தெரியாது சந்திரன். நீ வாங்கணும்னா எனக்கு ஒரு தான் சொன்ன மாதிரி அந்த பெர்சன்டேஜ் மட்டும் கொடுத்துரு, ஒன்றும் பிரச்சனை இல்லை. ஒரு 7 CR வரைக்கும் பேசி, 8 CRல கொஞ்சம் ஓவரா தான் இருக்கு. 10 ആണ് ഞാൻ പറയാൻ വന്നേ. 8 CR ഒരു ഡിസ്കൗണ്ടിലാണ് 8 CR കൊടുക്കാന്ന് വിചാരിച്ചേ. ഓ ഓക്കേ. അല്ല അവന്മാര് വല്ല പൈസ ടീം അല്ല കേട്ടോ ചന്ദ്ര. അവന്മാരില്ല, 5 കോടി പോലും എടുക്കാനില്ല അവന്മാരല്ലേ. കൂട്ടുകാരെ ഇതാരണം ഇല്ല, അവന്മാരുടെ കാശുണ്ട്, പക്ഷെ അവന്മാർക്ക് കുറഞ്ഞ ഡീലർ മതി എന്നാ പറയണേ. കുറഞ്ഞ ഡീലർ എന്നവര് കുറഞ്ഞ ഡീലറിനെ പിടിക്കട്ടെ പീറ്ററെ. നമ്മള് മച്ചാ നമ്മ ഡീൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ഡീൽ താ പുറിഞ്ചുതാ. നമ്മ ഡീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഒരു அவங்கள அடிக்கே பேசி முடிச்சிருப்போம். உடனே கடைசி நேரத்துல ஏதோ தடுத்துச்சு நம்மள, ஏதோ துஷ்ட சக்தி. யார நம்ம அன்னைக்கு அந்த டீல் பேச தானே போனோம். அந்த டைம்ல டிஸ்ட சக்தி தடுத்ததுனால தான் அன்னைக்கு 5 CR கொடுக்க தானே போயிருந்தோம். என்ன துஷ்ட சக்தி? அதான் 2 பேரும் வந்து ஏதோ ப்ராப்ளம் பண்ணானுங்களே, அதான் சொன்னேன். யாரு? அன்னைக்கு நம்ம கிளம்பணுமே அந்த இடத்துல இருந்து, ஏர்போர்ட் இது மிலிட்டரி பேஸ்ல இருந்து. மக்கள் அது விட ഇതിപ്പം 8 CR கிடைக்குமா இல்லையா? சரி, அவங்க கிட்ட என்னால பேச முடியாது. ஓகே லாஸ்ட் 7 CR முடிச்சிடலாம். 7 CR அவன்கிட்ட பேசுறாங்க. രാമയ്യ നിന്റെ അച്ഛൻ, അത് രാമയല്ല പീറ്റർ. ഓവർ കാസ്റ്റ് രായാപുരം പീറ്റർ വാങ്ങ മാട്ടാங்க. എന്താ ബ്രോ? ഇല്ല വാ ബ്രോ, നമ്മുടെ ലാസ്റ്റ് ഡീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ഡീലാണ് ബ്രോ. ഇതിൽ നിന്ന് നമുക്ക് കുറയ്ക്കാൻ പറ്റത്തില്ല ബ്രോ. കാരണം നമ്മള് എങ്ങനെ പോയാലും 80 CR ഞാൻ ഇത് സെല് ചെയ്യും വേറെ ഗ്യാങ്ങിന്. പിടിച്ചിട്ട് പോകുന്നു ചന്ദ്ര. പിന്നെ സംസാരിക്കട്ടെ.
ലാസ്റ്റ് ഡീൽ എന്ന് പറഞ്ഞാൽ വെച്ചാൽ ഇതിന്ന് ഒരു ബാർഗനിങ് ഇല്ലേ ബ്രോ, ഇത് കട്ട് ആൻഡ് റൈറ്റ് ആണ് ബ്രോ. 7 CR ലാസ്റ്റ് റേറ്റ് ആണ്. 7 CRന് 20 ഗൺസ് ഇപ്പൊ തരും നമ്മള് വേണമെങ്കിൽ. 7 CR 20 ഗൺസ്. 7 CR ഒരു 50 പൈസ കുറയൂല. നിങ്ങൾ നിങ്ങൾ സംസാരിച്ചിട്ട് നിങ്ങൾ പുറത്തോട്ട് സംസാരിച്ചിട്ടാ. ഓക്കെ ഓക്കെ. தெரிஞ்சு அப்படியே போயிருவாங்க சந்தேகமா இருக்கு. பீட்டர் நமக்கு கஸ்டமர்ஸ் இருக்கு பீட்டர், கொஞ்சம் ரிஸ்க் தான். ஓ ஆனா நான் செய்யும் கோச்சன், நான் செய்யும் பீட்டர். சந்திரா இவங்க பேக்ரவுண்ட் இவங்க யாரு எல்லாம் விசாரிச்சு நான் அலசி ஆளாஞ்சி இவங்களை கூப்பிட்டு வந்தா இவங்க கிட்ட உட்காந்து நீ பேசுற பத்தியா வார்கிங்கன்னு. இப்ப திருப்பி அந்த மாதிரி நான் டீட்டெயிலா அவங்கள சர்ச் பண்ணணும், அவங்க பின்னாடி ஏதாவது ப்ராப்ளம் ஆகுமா அப்படின்னு. കാറിലാണ് ക്യാഷ് എവിടെ വെച്ചേക്കണമാര്? ചുമ്മാ വെറുതെ അവന്മാരൊന്നും ചെയ്യാൻ പറ്റൂല നമുക്ക് അങ്ങനെ. നമ്മൾ വിളിച്ചു വരുത്തിട്ട് പിന്നെ നിന്റെ കുരുട്ട് ബുദ്ധി ഒന്ന് നിർത്താവോ? നിന്റെ അച്ഛനാ മിസ്റ്റർ ടെക്സ്റ്റ്. എന്നോട് സുഗുണനാ പറഞ്ഞേ മിസ്റ്റർ സുഖനല്ലടാ പേര് പീറ്ററാ. മിസ്റ്റർ എക്സാ നമുക്ക് ഗണ്ണെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന, അവരാ ഗണ്ണെല്ലാം തരുന്ന നമുക്ക്. அது தரும் தெரியும், ஆனா நம்ம தரது தெரிஞ்ச உனக்கு என்ன தரும்னு உனக்கே தெரியும், நீ தான் என்கிட்ட அது சொன்ன. ഞാനാണ് ഗ്യാങ്ങിനകത്തൊക്കെ ചുമ്മാ ഡീൽ ചെയ്യാം. ഞാൻ ഇറക്കല്ലടേ, വേണമെങ്കിൽ ഇനി എടുക്കും ഞാൻ കണ്ടു. ചന്ദ്ര നമുക്ക് അവരെ അടിച്ചിട്ട് നമുക്ക് സംഭവം. ഞാൻ വെറുതെ പറഞ്ഞ ഇത് എന്റെ കണ്ണ്, മനസ്സിലായ? அன்னைக்கே அந்த காரை எடுத்துருக்கலாம், இந்த பையன் கன் பாயிண்ட் பண்ணான். സഗുരു നിന്നെ ഒന്ന് സെർച്ച് ചെയ്യണം. സഗുരു പറ. யாரா നിന്നെ? ഹലോ என்னதுக்கு சர்ச்? സഗുരു കേൾക്കുന്നില്ല. ചന്ദ്ര ആ പറ പറ പറ. ചന്ദ്രന്റെ ഒരു വണ്ടിയാണ് അറിയാണ്ട് കടലിലിട്ട്. ഏത് വണ്ടി? ജീപ്പ് ജീപ്പ്. ആ കുഴപ്പമില്ല 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 കുഴപ്പമില്ല. ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഓക്കെ. ചന്ദ്രൻ എവിടെ? ഞാനൊരു ഡീലിങ്ങില. കമ്മീഷൻ കിട്ടോ? കമ്മീഷനോ? എന്തിന്? ஐஸ் தான் ഡീലിംഗ്. ഞാൻ ഡീലിങ്ങിനാണ്. എന്തിന് നിനക്ക് കമ്മീഷൻ തറ? ഞാൻ അതെ ഷെയ്ക്ക് വരുമ്പോ എന്നെ ഒന്ന് വിളിക്കാവോ? ഷെയ്ക്ക് വരുമ്പോ. ആ ഷെയ്ക്ക് വരുമ്പോ വിളിക്കാം. ഒരു കാര്യം സംസാരിക്കാം. ഓ ഷുവർ ഷുവർ. യാ കൂൾ. എന്തൊക്കെയുണ്ട്? ഇതൊക്കെ എന്താ? ഇതൊക്കെ ഇതെന്താ? കേക്ക്. നീകാ വെറുതെ ഇരിക്കടോ. എല്ലാരും കൈ പൊക്കി, എല്ലാരും കൈ. റോളക്സ് വാച്ച് എടുത്ത്. பசிக்கும் எனக்கு. உனக்கு வீட்ல சோறு போட மாட்டாங்கடா. നീ ഗ്യാങ്ങിലുണ്ടല്ലോ. തിരിച്ചു വെച്ച എനിക്ക് വേണ്ട. എടി കണ്ണ് ചോദിച്ചാ തരുവോ അവര്? അതെന്താ? நானே ஏல தான். ആരെ മൂഞ്ചിക്കാൻ പോണെന്ന്? എന്റെ എന്റെ ഗ്യാങ്ങാ? എന്റെ ഗ്യാങ്ങിലുള്ളവരെ ഇനി എടുത്ത് മൂഞ്ചിക്കാൻ പോവാന്നോ ചോദിച്ചു. അല്ല എന്റെ ഗ്യാങ് അറിയാൻ മൂഞ്ചിച്ചിട്ടാ ഞാൻ ഇപ്പൊ നിക്കണം. അല്ലല്ലോ. അല്ല അപ്പൊ ഈ ഗണ്ണ് എവിടുന്ന ചന്ദ്രന്? ഈ കണ്ണ് എന്റെ കയ്യില് എന്റെ കൺസൈൻമെന്റ് അടിക്കുമ്പോ എനിക്ക് കിട്ടുന്ന കണ്ണ് കൂട്ടി വെച്ചതാ. ഇപ്പൊ എന്തിനാ ബെല്ലാരിയുടെ കാര്യം ചോദിച്ചേ? അല്ല ഞാൻ ചോദിച്ചത് എല്ലാവരും കണ്ണൂരുണ്ടെങ്കിൽ അവർക്ക് വേണോന്നോ? അല്ല അവരുടെ കയ്യിൽ ഉണ്ടോന്ന് ചോദിച്ചത്. ഉണ്ടെങ്കിൽ അവര് வரேன். ചന്ദ്രബോസ്, ആ നമ്മള് മുകളിലും കാര്യങ്ങളിലൊക്കെ ഒന്ന് സംസാരിച്ച് കട്ടൻ ക്ലിയർ ആയിട്ട് നമ്മളെ ഭാഗത്തുനിന്ന് പറയുകയാണെങ്കിൽ 5 CR എന്നുള്ള ഡീലിലാണ് നമ്മൾ ക്യാഷ് എടുത്തിട്ട് വന്നത്. നമ്മളെ ലീഡറോ വേറെയുള്ള ഞാനല്ലാതെ വേറെയുള്ള കോലീഡേഴ്സ് ഒന്നും അവൈലബിൾ അല്ല. ഞാനല്ല പൈസയുടെ കാര്യം ഡീൽ ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ നമ്മുടെ കയ്യില് 5 CR എന്ന് പറഞ്ഞപ്പോ അതിന് കണക്കായിട്ട് 28 ഗൺസിനുള്ള പൈസ നമ്മൾ എടുത്തിട്ട് വന്നിട്ടുള്ളൂ. സോ അതിന്റെ മേലേക്ക് ഒരു ഡീൽ എന്ന് പറയുമ്പോ നമുക്ക് പോകാൻ പറ്റൂല. ബുദ്ധിമുട്ടല്ലേ ചന്ദ്ര? അല്ലെങ്കിൽ ഒരു കാര്യം ചോദിച്ചു ചന്ദ്ര, നമ്മുടെ ഫ്രണ്ട്സ് നിങ്ങളെന്താ ബാക്കി പൈസ പിന്നെ തന്നാ മതി. നമുക്ക് വിശ്വാസമാണ് നിങ്ങളെ. ഇല്ല പുള്ളിയുടെ പേരെന്തായിരുന്നു? ഇല്ല ബ്രോ, അത് നമ്മള് ഒരു നമ്മുടെ അത്രയും ക്വാളിറ്റി ഉണ്ടേ ബ്രോ. നമ്മുടെ
തായ്വാൻ മേഡാണ്. ക്വാളിറ്റി ക്വാളിറ്റി ഒക്കെ പറഞ്ഞു. പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്വാളിറ്റി ഫസ്റ്റ് ക്ലാസ് ക്വാളിറ്റി ആണ്. പക്ഷെ 5 CR എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മളപ്പോ തന്നെ ഇത് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഓടിപ്പിടിച്ച് വന്നത്. മനസ്സിലായില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, മനസ്സിലായി ബ്രോ, മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. നിങ്ങൾ എന്തായാലും നോക്ക്, വേറെ എടുത്ത് കണ്ണ് കിട്ടില്ല നിങ്ങൾ വാ, നമുക്ക് നോക്കാം. അപ്പൊ ഓക്കെ, അപ്പൊ നിങ്ങള് എന്താ പറയുന്ന എപ്പോഴും ഉണ്ടാവും ഐഡിയയില്? നമ്മള് സിറ്റിയിലുണ്ടോ? നിങ്ങൾ നോക്കിയിട്ട് ഈ ഡീല് ഇന്ന് വൈകുന്നേരത്തൊരു ക്ലോസ് ചെയ്യും ഞാൻ. 7 അല്ലേ? എന്താ ബ്രോ? 7 കോടിക്കല്ല 12 കോടിക്ക് ഞാൻ കൊടുക്കും. ബ്രോ ഞാൻ ഇത്രയും പറയാം നിങ്ങളുടെ അടുത്ത്, നിങ്ങൾ ഇപ്പൊ എന്റെ വാങ്ങിക്കുവാണെങ്കിൽ ഇത് 7 CR തന്നെ ആയിരിക്കും. നിങ്ങള് പിന്നെ ഒരു അർജന്റ് ആയിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ചിലപ്പോ ഞാൻ റേറ്റ് കൂട്ടും. ചിലപ്പോ അർജന്റായിട്ട് റേറ്റ് കൂട്ടും. റേറ്റ് കൂട്ടും ബ്രോ. അത് ബിസിനസ് ആണ് ബ്രോ, അത് ആലോചിച്ച് നോക്ക് ബ്രോ. ഒറ്റ മിനിറ്റ്. ഹലോ ഷെയ്ഖേ, ഷെയ്ഖ് ഒന്ന് കാണണം ഷെയ്ഖേ. ഞാന് ഇപ്പൊ വിളിക്കാം, ഒരു മിനിറ്റ്, ഞാനൊരു കോളിലാ. നമ്മള് ആക്ച്വലി നമുക്കൊക്കെ ബിസിനസ് മൈൻഡ് ആണ്. ആക്ച്വലി നമ്മൾ അർജൻസി ഉള്ള ആൾക്കാർക്ക് നമ്മൾ എന്താ നോർമൽ ചെയ്യാറ്? എങ്ങനെയാലും ഇല്ലേ? അതെ, അതാണ് നമ്മൾ. ബ്രോ നോക്ക് നിങ്ങൾ നോക്കി, ഞാൻ ഇത്ര പറയുള്ളൂ ബ്രോ. പക്ഷേ ഈ ഒരു പ്രൈസിനോട് പോവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. മനസ്സിലായി. അല്ല നിങ്ങൾ നോക്ക് വേറെ കിട്ടുമോ നിങ്ങൾ നോക്ക്. നിങ്ങൾ നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വിളിക്കുക. പക്ഷെ അന്നേരം റേറ്റ് ചിലപ്പോ അങ്ങോട്ടും മാറിന്നിരിക്കും, അത്രേ ഉള്ളൂ. സോറോ ഒരു 6 പിടിക്കണോ? പോണോ? ചിന്തിക്കണോ? ഞാൻ പറയട്ടെ, നിങ്ങളൊന്നും ചിന്തിക്കണ്ട, നിങ്ങൾ 7 വെക്ക്. 7 പിടി. 6 വേണേ ബ്രോ നാളെ നിങ്ങൾ അർജന്റ് ആയിട്ട് വന്നിട്ട് എന്റെ അടുത്ത് ബ്രോ ഒരു 10 കണ്ണ് വേണം എന്ന് പറഞ്ഞ തരാൻ ഞാൻ ഇവിടെ ഉണ്ടാവുള്ളൂ ബ്രോ. സത്യം. അത് നമ്മളെ ഗ്യാരണ്ടിയാണ് ബ്രോ, മനസ്സിലായില്ലേ? അതുകൊണ്ടാ പറഞ്ഞ 7 നിങ്ങൾക്ക് എടുക്കുകയാണെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട്. മച്ചാനെ നമ്മുടെ ഗോഡൌണിലുണ്ടല്ലോ ഇനിയും കുറെ ഗൺസ് ഉണ്ട്, ഇഷ്ടം പോലെ. മനസ്സിലായില്ലേ? ഇനിയിപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാ ഈ ഡീല് ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ താല്പര്യമുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോഴും ഇവിടെ സംസാരിക്കുന്നത്. കോള് വന്നത് ബാർഗൈനില് മീൻസ് 6 മേലോട്ട് പോകണ്ടെന്നാണ് മേലെ ഇത് അതാണ് വന്നിരിക്കുന്നത്. സംസാരിക്കാനുള്ള ഇത് നമുക്കില്ല. മനസ്സിലായില്ലേ? ഇപ്പൊ പൈസ ആണെങ്കിലും ബിസിനസിന്റെ വേറെ കാര്യങ്ങളിലൊക്കെ പോയിട്ട് ഇപ്പൊ ഈ ഒരു എമൗണ്ട് ഇപ്പൊ നമുക്ക് ഇപ്പൊ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇത്രേ ഉള്ളൂ നമ്മളെ. എത്ര ബ്രോ? 100 CR കയ്യിലുള്ള ഒരു 20 ഗൺസ് നമ്മൾ വിചാരിച്ചിട്ടാണ് ഈ ഒരു ഡീല് നമ്മള് കൈ കൊടുത്തത് പുള്ളിക്ക്. മനസ്സിലായില്ലേ? അതെ, കാരണം ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന പൈസ ലീഡറോ കോ ലീഡറോ ഇപ്പൊ അവൈലബിൾ അല്ല, ഞാനേ ഉള്ളു. നമ്മൾ രണ്ടുപേരേ ഉള്ളു. സോ ആ ഒരു പ്രൈസ് നമുക്ക് പറ്റില്ല. നിങ്ങക്ക് പിന്നെ തരാൻ പറ്റില്ലേ? അല്ല ബ്രോ, നമ്മളൊരു 7 CR ആണെങ്കിൽ 7 CR എന്ന് ഞാൻ പറഞ്ഞ ബ്രോ, അതിനൊരു ഇതുണ്ട്. നിങ്ങൾക്ക് അത് ഇപ്പൊ മനസ്സിലാവില്ല, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മനസ്സിലാവും ബ്രോ. അതായത് ഗ്യാങ് ടു ഗ്യാങ് വരുന്ന സമയത്ത് ഇത് റേറ്റ് എല്ലാവരും കൂട്ടി ചോദിക്കും ബ്രോ. ഞാൻ അതുകൊണ്ടാ പറഞ്ഞ ഈ റേറ്റിൽ നിങ്ങൾക്ക് നാളെ ആവശ്യം വന്നാലും ഞാൻ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ കൂടെ പറ്റും ബ്രോ. നിങ്ങൾക്കത് ഞാൻ അതാ പറഞ്ഞത്, നിങ്ങൾ ചുമ്മാ നിങ്ങൾ സിറ്റിയിൽ ഒന്ന് കറങ്ങി നോക്ക്. നിങ്ങൾ കറങ്ങി നോക്കിയിട്ടൊക്കെ വാ. ഞാൻ അതാ പറയുന്നത്, നിങ്ങൾക്ക് വേറെ കിട്ടുമെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ വാങ്ങിച്ചോ. അല്ലെങ്കിൽ ഞാൻ പുള്ളിനെ അറിയിക്കാം. നമ്മളൊന്ന് ഇവിടെ തന്നെ കാണത്തില്ല, സിറ്റി ഇവിടെ തന്നെ കാണുമല്ലോ അല്ലേ? നിങ്ങൾ പോയിട്ട് വരുമ്പോ ചിലപ്പോ ഇത് 8 കോടിയാവും. അല്ല ബ്രോ നിങ്ങൾക്ക് ഞാനൊരു 15 മിനിറ്റ് തരാം. നിങ്ങൾ 15 മിനിറ്റ് അകത്ത് ആലോചിക്കും. അതിനകത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 7 തന്നെ തരാം. ചിലപ്പോ അത് കഴിഞ്ഞിട്ട് ചിലപ്പോ 7.5 ആവും. കൺസൈൻമെന്റ് കുറച്ച് ടഫായിട്ട് വരികയാണ്. കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൺസൈൻമെന്റ് ഇച്ചിരി ടാസ്ക് കൂടും. അപ്പോ ഗൺസ് അതിനനുസരിച്ച് ഫ്ലോയ്ക്ക് കുറച്ച് പ്രശ്നങ്ങൾ വരും എന്നുള്ളൊരു ഇത് കിട്ടി നമുക്ക്. അതുകൊണ്ടാ പറഞ്ഞത്. ഞങ്ങൾക്കൊരു 15 മിനിറ്റ്സോ ഞങ്ങൾ സംസാരിച്ചിട്ട് പറഞ്ഞേ. 15 മിനിറ്റ് ആണേ. 15 9 മിനിറ്റ് പറഞ്ഞ 1 മണിക്കൂർ കളിയാ. എന്റെ ചെവിക്കകത്ത് സാധനം ഒന്ന് മാറ്റുമോ? ഞാൻ പറയട്ടെ, പാവങ്ങളെ കൊടുത്തു വിടാളിയാ. എന്നിട്ട് ബാക്കി ഞാൻ വാങ്ങിച്ചോളാൻ പറ EMI പോലെ.
നമുക്ക് പൈസ വാങ്ങിക്കാനായിട്ട് ഒരു നമുക്ക് കാശ് മറ്റേ വന്നോട്ടെ ഇപ്പൊ. കുട്ടിക്കാരെ പോലെ ബാങ്കില് പോവാലോ അവർ നിന്റെ ഗ്യാങ് തന്തയുടെ നിന്ന് കിട്ടിയ കണ്ണല്ല ഞാൻ വെച്ചേക്കണം കേട്ടാ. ഇത് വലിയ കളിയാണിത്. ചെറിയ അവര് ഗ്യാങ് ആണ്. നാളെ ആകുമ്പോ അവരെ സ്വഭാവം മാറും. അപ്പൊ നീ എന്തോ നാളെ പോകുമ്പോ നീ ആരെന്ന് വെച്ചാൽ ആഴ്ചയിൽ പോയി പൈസ വാങ്ങിക്കാലോ. ആഴ്ച പൈസ വാങ്ങിക്കാൻ മറ്റേ വരവിന് പോവാൻ നിന്റെ തന്തയില്ലേ അതിനകത്തിരിക്കണേ. വേണ്ട അളെ കണ്ടിട്ട് സങ്കടം തോന്നി. അമ്മരിൽ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. உடனே இருக்காதெல்லாம் இல்ல. அவங்க கேங் ஹவுஸ் பாத்திருக்கியா? எவ்வளவு பெரிய வீடு தெரியுமா உங்களுக்கு? ഓ നമ്മുടെ വീടിന്റെ അത്ര ഉണ്ടോടാ രമണ? ரமணாவா? അവന്റെ പേരൊന്നും മര്യാദക്ക് ഇല്ലടാ. പീറ്റർ. പീറ്റർ. വാ 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 വാ. ടൈം എടുക്കും പീറ്റർ. ഞാൻ കുറച്ച് ഇങ്ങനെയൊക്കെ വിളിക്കും. കുറച്ച് പോക്കിയോ. ഒന്നും பிரச்சனை இல்ல, கூப்பிட்டுக்கோ. എന്നാ രമണ ഇങ്ങ വന്നേ. ഫസ്റ്റ് ടൈം അല്ലേ? എന്ത് ഞാനൊരു കാര്യം പിന്നെ ഡീലിങ്സാ? ഞാൻ ഡീലറായിരുന്നു. എടാ വേറെ അതിനെ ഹെൽമെட்டுக்கு പിഞ്ചിക്കിട്ട് വരുது മുടി. അവന്മാര് പോയാ 15 മിനിറ്റ്. എടാ വാ വാ വാ. നിന്നെ കിഡ്നാപ്പ് ചെയ്ത ആരെങ്കിലും വരുമോ? யாரும் வர மாட்டாங்க. ഇവിടെ കൂടെ ഉള്ളവരെ തന്നെ കിഡ്നാപ്പ് ചെയ്തു. അയ്യോ. அந்த வண்டியில ஏதா இருக்கா பாரு நீங்க. എടാ സലോൺ റാത്ത് നീക. வண்டியில இடம் இருக்கு ஜி, வண்டியில ஏறுங்க வாங்க. കേറളിയാ. ഒന്നും ഇല്ലടാ. നമ്മള് വന്ന വണ്ടി കൂട്ടുകാരാ കേറ്. വണ്ടിയുടെ ഡിക്കിയും തുറന്ന് അതിന് പിളകി പോവും. നാശം പിടിച്ചവൻ. അളിയാ ഇത് ഏത് ഗ്യാങ് കളി ഇത്? ഇത് BC സെറ്റ്. BC സെറ്റ് അല്ലേ? ഷേക്ക് എവിടെ ഉണ്ട്? ഞാൻ SKSലുണ്ട്. ഓക്കെ അങ്ങോട്ടാ. അല്ലെ ബിസിനസ് എന്റെ കൂടെ എന്നെ കണ്ട് ബിസിനസ് ഒക്കെ പഠിച്ചോട്ടാ. അവര് വാങ്ങുമായിരിക്കുമല്ലോ അല്ലേ ഷെയ്ക്കും സബിനും? ഇല്ലല്ലേ അവരെ കൊടുത്ത് ഞാൻ ഏണിയാവും എനിക്ക്. മാട്ടിപ്പോരില്ല. മാട്ടിപ്പോയും ചെയ്യും കൊണ്ടുപോവുകയും ചെയ്യും എന്നെ. എനിക്ക് എന്റെ അകത്തുള്ള ആരെയും കണ്ടുകൂടെ. ഇതിന്റെ അകത്താണോ അവര്? അവരടുത്ത് വെളിയിൽ വരാൻ പറ. അല്ലെ നമുക്ക് ഗൺസിന്റെ കൂടെ കുറച്ച് കോംപ്ലിമെന്ററി ആയിട്ട് കുറച്ച് 100 ബുള്ളറ്റ്സ് കൊടുക്കരുത്. അപ്പൊ അമ്മ എടുത്താണ് 7 കോടിക്ക്. പിന്നെ കോംപ്ലിമെന്റ് ആയിട്ട് കുറച്ച് ഹെൽത്തും കുറച്ച് ഫുഡും കുറച്ച് വെള്ളം செங்கல் கொஞ்சம் மண்ணு எல்லாம் கொடுத்தா ചിലപ്പോ അമ്മ ഇംപ്രസ് ആയിട്ട്. പുറത്തോ ശേഖ പുറത്തോ. ഓക്കെ. നീക വെറുതെ அதாவது நடுவுல இருப்பாங்கல்ல. അവരിതാ കസ്റ്റംസ് തരാം. പിന്നെ നീക്ക വന്നേ. ഇത് എല്ലായിടത്തും ചെയ്ത് നമ്മളെ കൊണ്ടുപോവേ. വലിച്ചു കിട്ടും. അയ്യോ നമ്മുടെ പിള്ളേരുടെ മറ്റേ ഇവന്റ്സിന്റെ എന്തോ ഇതായെന്ന് കേട്ട്. എന്ത് പറ്റിയത്? കാശിന്റെ ക്യാഷ് കൊടുത്തല്ലോ അവർക്ക് ഓൾറെഡി. അല്ല എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ് അവര് ഇതുപോലെ അതായത് എന്തോ കാശിനകത്ത് എന്തോ സംസാരമായെന്ന് പറഞ്ഞായിരുന്നു. ഇല്ലല്ലോ. എന്താ അത് ഞാന് പിന്നെ എന്താ പറയാ ഷമ്മിനോട് ഫുള്ള് സംസാരിച്ചാണുള്ളത്. ഷമീറ സ്കോർപ്പിന്റെ ഞാന് ആക്ച്വലി അവനായിട്ടാണ് കാര്യമായിട്ട് സംസാരിച്ചത്. ബ്ലാക്ക് മാഫിയ ഇത് ബ്ലാക്ക് മാഫിയ നമുക്ക് കംപ്ലൈന്റ് അങ്ങനെയൊന്നും ഇല്ല ചന്ദ്രു. നമ്മളത് സാറ്റിസ്ഫൈഡ് ആണ്. അതൊക്കെ അല്ല എന്തെങ്കിലും നമുക്ക് രീതി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അങ്ങനെ വിചാരിക്കില്ല ചന്ദ്രു. നമ്മൾ അങ്ങനെ അങ്ങോട്ട് വാ. അതെ ഓസ്യ പിന്നെ ഈ 250 CR ചോദിച്ചത് എന്റെ അടുത്ത് ആദ്യം. അപ്പൊ 250 CR എന്ന് പറഞ്ഞാൽ ശരിക്കും പുറത്ത് 10,000 രൂപയാ ഓസ്യാട്ടോ. ശരിക്കും പുറത്തല്ല, നമ്മൾ അകത്തത്രയും കാശുണ്ടെങ്കിലാണ് ആകാശം പറയാവൂ നമ്മൾ. അല്ല എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ പറയുന്നതല്ല. ഞാൻ ഓൾറെഡി അതിലെന്താ അറിയോ ചന്ദ്ര വിചാരിക്കുന്ന പോലെയല്ല. അവിടെ ഉള്ള സ്റ്റേജും കാര്യങ്ങളും എല്ലാം ഞാൻ ഇട്ടിനത്. ഈ ഇൻഗെയിം അല്ല സിറ്റിയിലെ സ്റ്റേജ് ഇട്ടുന്നത് അവര് ഓൾമോസ്റ്റ് അല്ല അവര് 8 ഹവേഴ്സ് നിക്കണമെങ്കിൽ അവർക്ക് അത്രയും കൊടുക്കണം നോർമലി. കാരണം അവർ അത്രയും സ്പെൻഡ് ചെയ്യല്ലേ. ഫുള്ള് ക്ലിയർ ചെയ്തല്ലോ ഞാൻ അവർക്ക്. അല്ല ക്ലിയർ ചെയ്ത് അതില് ഇതില്ല. ഞാൻ പറഞ്ഞ ശരിക്കും അടുത്ത് അല്ലാണ്ട് ഞാൻ അറിയാൻ വേണ്ടി പറഞ്ഞ ലൈക്ക് നമ്മള് ഈ 250 CR സിറ്റിയിൽ ഉള്ളവരുണ്ട് നോർമലി ഗ്രൈൻഡ് ചെയ്തിട്ട്. അപ്പോൾ നമ്മള് അതിനനുസരിച്ച് ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്താൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. മനസ്സിലായില്ലേ?
അത്രയും കാശ് പുറത്തും കളയണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇപ്പൊ ഷെയ്ഖിന്റെ അടുത്തൊരു 10 പിള്ളേരുണ്ടെങ്കിൽ അവരെ കൊണ്ട് ആ 10 രൂപ ആ പിള്ളേർക്ക് ആ 5 രൂപ പിള്ളേർക്ക് കൊടുത്തിട്ട് അവര് ഗ്രൈൻഡ് ചെയ്ത് തരും. മനസ്സിലായില്ലേ? ഈസി മൺ. മനസ്സിലായി. അല്ല എനിക്കതിൽ ഇഷ്യൂ ഒന്നുമില്ല. ഞാൻ എന്താ വെച്ചാൽ ഒറ്റടിക്ക് പെട്ടെന്ന് 250 CR ചോദിച്ചപ്പം എനിക്ക് ഞാൻ അത്ര പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പൊ ഞാൻ ഷെമ്മിന്റെ അടുത്ത് പറഞ്ഞു അത് കുറച്ച് ഓവർ റേറ്റ് അല്ലടാ, ഞാൻ പുറത്തത്തെ റേറ്റ് കമ്പയർ ചെയ്യുമ്പോൾ എനിക്കത് ഭയങ്കര റേറ്റ് പോലെ തോന്നി. ഞാൻ മീൻസ് നിങ്ങൾക്ക് അറിയില്ല, ഞാൻ സിറ്റിയിൽ അങ്ങനെ ഞാൻ ഒരു ഗ്രൈൻഡ് ചെയ്യാനോ ഒന്നിനും പോകുന്നില്ല. ഞാൻ പൈസ കൊടുത്തിട്ടാണ് ഞാൻ ഇതില് പൈസ വാങ്ങുന്നത്. മനസ്സിലായോ? എനിക്ക് അത് ഭയങ്കര ഒരു വലിയ എമൗണ്ട് ആയി തോന്നി. അതുകൊണ്ട് ഞാനത് പറഞ്ഞു. പിന്നെ എന്റെ ഉണ്ടായിരുന്നു ബ്ലാക്ക് മണി. ഇവന്റ് വലിയ സംഭവമാണ് സത്യം പറഞ്ഞ. കാരണം അവര് അത്ര ടൈം നമ്മളെപ്പോലെ അല്ലല്ലോ. അവർക്ക് അതിന്റെ അകത്ത് നിക്കുക ആ കാര്യം ചെയ്യുന്ന പറയുന്നത് വലിയൊരു കാര്യമാണ്. അത് ഇപ്പം വലിയൊരു ക്രൂ അല്ലേ, അത്രയും പേർക്ക് എങ്ങനെ പോയാലും നല്ലൊരു കാശ് കൊടുക്കേണ്ടി വരും നോർമലി. അപ്പോൾ അപ്പോൾ അവർ ചിന്തിക്കും ലൈക്ക് അവിടെ നിന്ന സമയം 8 മണിക്കൂർ അവർ EMS ആയിട്ട് സിറ്റിയിൽ കളിക്കുവാണെങ്കിൽ അവർക്ക് ഇതിന് ഡബിൾ കിട്ടും ചിലപ്പോൾ. ഡോക്ടർ EMS ഡ്യൂട്ടി എടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിനെ ആ ഒരു കാശ് അവർക്ക് അല്ലാണ്ട് ഏണിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനതില് ഒരു 240 ചോദിച്ചതിന് ഞാൻ 50 CR ബ്ലാക്കാ കൊടുത്തത്. അത് 50 CR ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് അത് കൺവേർട്ട് ചെയ്ത 200 CR ബ്ലാക്ക് ആൻഡ് വൈറ്റിനാക്കാം മിനിമം. ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 150 CR എങ്കിലും മിനിമം ആക്കാം. അത് കൺവേർട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. എന്റെ വൈറ്റ് കമ്മി ആയതുകൊണ്ട് എന്റെ ബ്ലാക്ക് കൂടുതലുണ്ടായിരുന്നു. എന്തോ ഉണ്ടായിരുന്നു ബ്ലാക്ക്. അപ്പൊ ഞാൻ അതിന് കൊടുത്തു. വൈറ്റും കൊടുത്തു. അപ്പൊ അവർക്ക് ഞാൻ വൈറ്റിന്റെ യൂസിന് വൈറ്റ് നടന്നോട്ടെ, ബ്ലാക്ക് അവർക്ക് പതുക്കെ കൺവേർട്ട് ചെയ്താലും അവർക്ക് അത് യൂസ് ചെയ്യാലോ എന്നുള്ള രൂപയാണ് അങ്ങനെ കൊടുത്തത്. ഇഷ്യൂ ഒന്നുമില്ലടാ. ഞാനത് ഇഷ്യൂ ചന്ദ്രു നമുക്കത് ഇഷ്യൂ അങ്ങനെ ഡിസാറ്റിസ്ഫൈഡ് അങ്ങനെയൊന്നുമില്ല. നമ്മള് BM എന്ന് പറഞ്ഞാൽ നമുക്കൊരു റെസ്പെക്ട് ഉണ്ട്. അലക്സാണ്ടർ ആയാലും ലെവി ആയാലും. അല്ലാതെ അതില് നമ്മള് പേയ്മെന്റ് നമ്മൾ ക്ലിയർ ചെയ്തില്ല. അത് നമ്മൾ ഫുൾ സാറ്റിസ്ഫാക്ഷൻ തന്നെ കൊടുത്തത്. പിന്നെ നിങ്ങളെന്തോ ഗണ്ണിന്റെ ഇത് നോക്കണം, ഗ്യാങ്ങിന്റെ സംഭവം നോക്കണമെന്നായിട്ട് ഷെയ്ക്ക് ഗ്യാങ്ങിന്റെ അവരുടെയൊക്കെ ചെയ്യണമെന്നായിട്ട്. ഇല്ല അല്ല ഇവിടെ ഗ്യാങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ കേട്ട്. ഞാൻ ഗ്യാങ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റി ആരാ പറഞ്ഞേ? അല്ല നമ്മളിങ്ങനെ ആരോ പറഞ്ഞായിരുന്നു ഇങ്ങനെ, അതുകൊണ്ട് ചോദിച്ചാ. ഇല്ലല്ല ഞാൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നൊന്നുമില്ല. കറന്റ്ലി ഒന്നും ആയിട്ടില്ല. ഷെയ്ക്കിന്റെ ഇൻവോൾവ്മെന്റ് ഇതുവരെ ആയിട്ടില്ല. ഇതിൽ എന്താന്ന് വെച്ചാല് MRCന്റെ ഗ്യാങ് ആണെന്നുണ്ടെങ്കിൽ അത് പുറത്തുനിന്ന് തൊപ്പി ഇവരെല്ലാരും ചെയ്യുന്ന മാക്സ് ആണത് നോക്കുന്നത്. ഞാൻ അതിലില്ല. ഞാൻ അത് തൊപ്പിന്റെ അടുത്താണെന്നുണ്ടെങ്കിൽ പറഞ്ഞു എനിക്ക് ഞാൻ ബിസിനസ് ഇവിടെ ഇത്രയും ബിസിനസ് ചെയ്യുന്നോണ്ട് എനിക്ക് ചിലപ്പോ ഗ്യാങ് കളിക്കാൻ പറ്റൂല. ചിലപ്പോ എന്റെ ഗ്യാങ്ങിന്റെ റോളും കാര്യങ്ങളും ഒന്നും എനിക്ക് ചിലപ്പം ഇൻവോൾവ് ആവാൻ കഴിയൂല. ഞാൻ ഗ്യാങ്ങിന് ആണെന്നുണ്ടെങ്കിൽ ഒരു ഫണ്ടർ സ്പോൺസർ രൂപേണ ഗ്യാങ്ങിന്റെ ഗ്യാങ്ങിന്റെ ഒരു ഫണ്ടറോ സ്പോൺസറോ ആയാണ്ട് MRC ഗ്യാങ്ങിന്റെ സ്പോൺസർ അങ്ങനെ രൂപേണ നിൽക്കാന്നുള്ള സംഭവം. അല്ലാതെ ഗ്യാങ്ങിന്റെ ഒരു മെമ്പറോ അല്ലെങ്കിൽ ഒരു ഗ്യാങ്ങിന്റെ ഒരു കോലീഡർ ലീഡർ അങ്ങനത്തെ ഒരു പൊസിഷനൊന്നും ഒരു 90% ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു പ്ലാനാണ്. പുറത്താണെന്നുണ്ടെങ്കിലും അതിനെ പറ്റി അങ്ങനെ സംസാരിച്ചു. ഞാൻ അർജന്റ് സ്ഥലത്ത് വരെ ഞാൻ പോയിട്ട്. ശരി ശരി ശരി. ഓക്കെ தெரியல உள்ள போனாப்புல